വേദിയിലുള്ള നമ്മുടെ PTA പ്രസിഡന്റ്, HM, മറ്റ് അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2 വർഷം മുൻപ് ഞങ്ങളുടെ മകളുമായിട്ട് ഇവിടെ വന്നപ്പോ ഇപ്പോ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളുടെ മനസ്സിൽ എന്താണോ ചിന്ത അതുമായിട്ട് ആ ഭാഗത്ത് ഇരുന്നിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ വന്നപ്പോ 2 വർഷം മുമ്പ് 8ാം ക്ലാസ്സിലേക്ക് വെള്ളാങ്കല്ലൂരിൽ മകളെയും കൊണ്ട് ഇവിടെ വന്നപ്പോ ഞാനായിരുന്നു ഏറ്റവും ദൂരത്ത് നിന്ന് കുട്ടിയെ ഗേൾസ് സ്കൂളിലേക്ക് പറഞ്ഞയച്ച രക്ഷിതാവ്. എന്നോട് പലരും ചോദിച്ചു, നമ്മുടെ നാട്ടിൽ ഇത്ര വിദ്യാലയങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഗേൾസ് തിരഞ്ഞെടുത്തത്? അതിനെനിക്ക് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട്. നമ്മളെല്ലാവരും TV-യിൽ ഒരു പരസ്യം കാണാറില്ലേ, മോഹൻലാൽ അഭിനയിക്കണേ 23ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 24 വയസ്സാവുമ്പോഴേക്കും നിങ്ങളുടെ കുട്ടി CA കാരത്തി ആവുന്നു, കുട്ടിയുടെ ജീവിതം നല്ല രീതിയിൽ കരിപിടിപ്പിക്കപ്പെടുന്നു. മോഹൻലാലോ അല്ലെങ്കിൽ ആ പരസ്യം ചെയ്ത ആൾക്കാരോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് അത് പ്രാവർത്തികമാക്കിയ ഒരു വിദ്യാലയമാണോ നമ്മുടേതെന്നുള്ളത് നമ്മളിൽ എത്ര പേർക്ക് അറിയാം? അത് പ്രാവർത്തികമാക്കിയത് മറ്റാരുമല്ല, എന്റെ സഹോദരിയുടെ മകളാണ്. അയാള് SSLC ഇവിടെ 8ാം ക്ലാസ് മുതൽ ഇവിടെ പഠിച്ചിരുന്നത്. 10ല് ഫുൾ A+ഓടി പാസ്സായി. ഇവിടെ തന്നെ ഹയർ സെക്കൻഡറി +1 +2 ചെയ്തു. +2-നും ഫുൾ A+ഓടി പാസ്സായി. പക്ഷെ ഒപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകരുടെ പ്രേരണയും അവളുടെ കഴിവും കൊണ്ട് അയാള് CAയുടെ പ്രിലിമിനറി ആയിട്ടുള്ള CPT-യുടെ കോച്ചിങ്ങിന് പോയി. +1-ന് പഠിക്കുമ്പോ +2 കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഫുൾ A+ ഉണ്ട്. അയാൾ പോയി ഡിഗ്രിക്ക് ചേർന്നു ക്രൈസ്റ്റില്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ CAയുടെ CPT-യുടെ റിസൾട്ട് വന്നു, ആ കുട്ടി അത് പാസ്സായി. കൃത്യം +2 കഴിഞ്ഞ് 5ാമത്തെ വർഷം CA കാരത്തിയായി പാസ്സായ ഒരു മകളെ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ശരിക്കും പറഞ്ഞാൽ നിമ്മി ടീച്ചറൊക്കെയാണ്. അവളെ ക്ലാസ് ടീച്ചറായിരുന്നു നിമ്മി ടീച്ചറൊക്കെ. അതിന് കാരണമായത് ഇവിടുത്തെ അധ്യാപകരുടെ പ്രേരണയാണ്. അപ്പൊ എനിക്ക് എന്റെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നമ്മളിവിടെ കൊണ്ടുവന്നതില് നമുക്കൊരാശങ്കയും വേണ്ട. ഇനി വ്യക്തിപരമായിട്ട് നമ്മോട് നേരത്തെ HM പറയണ്ടേ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്റെ അടുത്ത് വന്ന് ധൈര്യമായിട്ട് സംസാരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് അങ്ങനെ എന്റെ വ്യക്തിപരമായ ഒരു വിഷയം ക്ലാസ് ടീച്ചറോടും HM-നോടും ഒരേ സമയത്ത് സംസാരിച്ചപ്പോൾ 2 പേരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. അതിനെന്താ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മോളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ബാക്കി വിഷയങ്ങളെ കൈകാര്യം ചെയ്തോളും, മോളുടെ കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇത് കേൾക്കുന്ന ഒരു രക്ഷിതാവിന്റെ മാനസികാവസ്ഥ. കാരണം നമ്മള് ഒരുപാട് എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു ചിന്ത വരില്ലല്ലോ. ആ വിഷയം എന്താന്ന് ഞാനിപ്പോ പറയുന്നില്ല, കാരണം അതെന്റെ കുടുംബ വിഷയം ആയതുകൊണ്ടാണ് പറയാത്തത്. എങ്കിൽ ആ വിഷയത്തിൽ എനിക്ക് ഞാൻ സംസാരിച്ച ആ സ്പോട്ടിൽ തന്നെ പരിഹാരം ഉണ്ടായി. ഇത് നാളെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ 100% ഈ വിദ്യാലയത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നേരത്തെ ടീച്ചർ നമ്മുടെ സ്കൂളിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു കുറവ് ടീച്ചർ പറഞ്ഞില്ല. ആ കുറവുണ്ടെങ്കിലും അതിന് പരിഹരിക്കാനുള്ള ശ്രമങ്ങള് വളരെ നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് എനിക്കറിയാം. ആ കുറവ് ഞാൻ പറയാൻ കാരണം, നമ്മുടെ കുട്ടികൾക്ക് ഒരു 200 മീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ വലം വെച്ച് ഓടണം. അതിന്റെ ഒരു കുറവ് മാത്രമേ നമ്മുടെ വിദ്യാലയത്തിനുള്ളൂ. പക്ഷെ അതിനെ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളായിട്ട് അധ്യാപകരായാലും PTA ആയാലും വേണ്ടപ്പെട്ട എല്ലാവരുമായി സംസാരിച്ച് അതിനൊരു പരിഹാരത്തിനെ കുറിച്ച് ആലോചിക്കുന്നു. എങ്കിലും നമുക്കൊരു ചെറിയൊരു കുറവുണ്ടെങ്കിലും ഒരുപാട് വലിയ നേട്ടങ്ങള് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് ഈ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ എത്ര ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ടെന്ന് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ പുല്ലൂറ്റി വരെയും, തെക്കോട്ട് പോയാല് ബോയ്സ് സ്കൂൾ വരെയും, ഇനി പടിഞ്ഞാട്ട് പോയാല് കേരളോർമ സ്കൂൾ വരെയൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാല് വിദ്യാലയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന, കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ഫുൾ A+ ഇത്തവണ 100% വിജയത്തിന് ഇനി നമുക്ക് മുന്നോട്ട് 101% ആക്കാൻ പറ്റില്ല. പക്ഷെ അതിന് ക്വാളിറ്റി കൂട്ടി കൊണ്ടുവരിക. കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഫുൾ A+കാര്, കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ 9 A+കാര്, എഴുതി പരീക്ഷ എഴുതിയ കുട്ടികളിൽ 40% കുട്ടികൾ ഫുൾ A+ഓടി പാസ്സാവുക.
ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടമാണ്. ഈ നേട്ടത്തിന് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ഇന്നിവിടെ ഇരിക്കുന്ന 8ാം ക്ലാസ്സുകാർക്കും പുതിയതായിട്ട് വന്നിട്ടുള്ള 9ാം ക്ലാസ്സിലായാലും 10ലായാലും വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കും. അതിനെനിക്ക് എന്റെ രക്ഷിതാക്കളോട് ഒരു അപേക്ഷയുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് എല്ലാവരും 100% കൃത്യമാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. ചില തെറ്റുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ സമയത്ത് നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അച്ഛന്റെയോ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശവും അത്യാവശ്യം വേണ്ടി വന്നാൽ ചെറിയ ശിക്ഷയും നമ്മുടെ അധ്യാപകർ നൽകി കഴിഞ്ഞാൽ എനിക്ക് എന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, അതിലാരും പ്രതിഷേധിക്കരുത്. ഒരിക്കലും നമ്മുടെ കുട്ടിയുടെ കയ്യോ കാലോ ഒടിയാവുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ അധ്യാപകർ കൊടുക്കില്ല. കാരണം അവരും അച്ഛനും അമ്മയാണ്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അധ്യാപകരോട് ചേർന്ന് നിന്ന് അതെന്റെ കുട്ടിയുടെ നാളത്തെ നന്മയ്ക്ക് വേണ്ടിയാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഓരോ രക്ഷിതാക്കളും കാണിക്കണം. അല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ ഒന്ന് പറയും, ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു, ടീച്ചർ എന്നെ ഇത് പറഞ്ഞു, ടീച്ചർ എന്നെ അടിച്ചു, എല്ലാവരും നിക്കലെ അടിച്ചു, എനിക്കത് വിഷമമായി എന്നൊക്കെ പറയും. സത്യമാണ്, നമ്മൊക്കെ കടി കൊണ്ടിട്ടില്ലേ അധ്യാപകരുടെ അന്ന് പീതാംബരം മാഷൊക്കെ അടിച്ചതിന്റെ ബാക്കി പത്രമാണ് ഞാൻ എന്തെങ്കിലും ഇംഗ്ലീഷ് വായിക്കുന്നുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിൽ ചെന്നപ്പോ പീതാംബരം മാഷ ഇന്ന് കിട്ടിയ അടിയാണോ? അപ്പൊ അത് നമ്മുടെ മക്കൾക്കും കിട്ടണ്ടേ, അവർ പഠിച്ചു മുന്നേറാനായിട്ട്. അതുകൊണ്ട് അധ്യാപകരോട്, നമ്മുടെ അധ്യാപകർക്ക് ഒരുപാട് കഴിവുകളുള്ള അധ്യാപകര്, ഓരോരുത്തരും നമ്മൾ എടുത്തു പറഞ്ഞാല് ഈ ഒരു വേദി ഒരു പക്ഷെ സമയം പോരാണ്ടാവും. കഴിവുകളുടെ ഒരു സമാഹാരമാണ് നമ്മുടെ അധ്യാപകരിൽ പലരും. അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിർലോഭം കൊടുക്കാനായിട്ട് ഒരു മടിയില്ലാത്തവരാണ് നമ്മുടെ അധ്യാപകര്. പക്ഷെ അത് സ്വീകരിക്കാൻ തക്കതായ പാത്രങ്ങളാക്കി നമ്മുടെ മക്കളെ മാറ്റുക എന്നത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഏറ്റെടുത്തുകൊണ്ട് നാളെ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്കും. ഇനി മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിൽ കടന്നുപോയ ചേച്ചിമാര് ഈ വിദ്യാലയത്തില് 88 A+ കൊണ്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ 100 ആക്കും അടുത്ത വർഷം ഞങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി. അല്ലെങ്കിൽ ഞങ്ങൾ 10ലേക്ക് വരുമ്പോൾ അതിന് ഞങ്ങള് 101-150% വളർത്തും എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം എന്നും എപ്പോഴും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ഉണ്ടാവും. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പോകാൻ നമുക്ക് ഏവർക്കും അതിനുള്ള ചിന്താശേഷിയും കഴിവും സർവേശ്വരനായ ഈശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.